കില്ലാടി തന്നെ. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് എനിക്ക് ഓഫുള്ള ദിവസമാണ്, പക്ഷേ ഋത്വിക്ക് സ്കൂളുണ്ട്. അതുകൊണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റു, ഫുഡൊക്കെ റെഡിയായി, എല്ലാം സെറ്റായി. ഇനി അവനെ ഒന്ന് എഴുന്നേൽപ്പിക്കണം, റെഡിയാക്കി പറഞ്ഞു വേണം. പിന്നെ എൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ എന്ന് വിചാരിച്ചു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ടായോ? റെഡിയായതിനു ശേഷമുള്ള പരിപാടിയായിരുന്നു ഈ ഡ്രസ്സ് അയൺ ചെയ്യാന്നുള്ളത്. ചില ദിവസങ്ങളിൽ ഞാനത് രാത്രിക്ക് തന്നെ ചെയ്ത് വെക്കും. പിന്നെ മടിയുള്ള ദിവസമാണെങ്കിൽ രാവിലെ ആയിരിക്കും ചെയ്യാം. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് രാവിലെ വിളിക്കാൻ വേണ്ടി റൂമിലേക്ക് പോയി. പൊന്നോ എഴുന്നേക്ക്. ഒരാൾ ഇവിടെ തന്നെ ആദ്യം ചുരുണ്ട് കൂടി കിടന്നിട്ടുണ്ട്. അവൻ എഴുന്നേക്കേണ്ട ആ ഒരു സമയം കൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു ടൈൻ്റെ വിളക്ക് നോക്കിയിട്ട് ബുക്കൊക്കെ ബാഗിലെടുത്ത് വെക്കാം. അപ്പോൾ ഇന്ന് ഒരുപാട് ബുക്കുള്ളത് ദിവസമായിരുന്നു. അതൊക്കെ ഞാൻ റെഡിയാക്കി. പിന്നെ അവൻ്റെ സ്നാക്സ് ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോയി. ഇന്ന് സ്നാക്സ് ആയിട്ട് സിട്രസ് ഓറഞ്ച് ആയിരുന്നു വെച്ചേക്കുന്നത്. അത് അവന് അത്യാവശ്യം കഴിക്കുന്ന ഒരു ടൈപ്പ്. ആപ്പിൾ ആണെങ്കിൽ അത് കഴിക്കാണ്ടിരിക്കും, ഇത് കുഴപ്പമില്ലാണ്ട് കഴിക്കും. ആ സമയത്ത് എൻ്റെ കൈ ലഞ്ചാണെങ്കിൽ ഇന്ന് ചോറും ബീട്രൂട്ട് തോരനും പപ്പടമാണ് വെച്ചത്. അവൻ കറി അധികം കഴിക്കാറില്ല, ചില ദിവസങ്ങളിൽ മാത്രമേ ഞാൻ കറി വെച്ച് കൊടുക്കാറുള്ളൂ. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് ഞാനത് തുണിയിൽ റാപ്പ് ചെയ്തിട്ട് കിറ്റിലെടുത്ത് വെച്ചു. ഈ സമയം കൊണ്ട് അവൻ എഴുന്നേറ്റു, പല്ല് തേച്ചു, കുളിച്ചു, ഇതൊക്കെ ഓക്കെ ആയി വന്നേ. യൂണിഫോം ഇടലും ഫുഡ് കഴിക്കലും മുടി ജീവലും ഷൂ ഇടലും എല്ലാം ഒറ്റ സ്ട്രെച്ചിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഈ ഒരു സമയം കഴിയുമ്പോഴേക്കും ബസ് വന്ന് ഓണടിച്ചു. പിന്നെ ഞാൻ ഓട്ടായിരുന്നു. അവനെ എടുക്കുന്നു, ബാഗ് എടുക്കുന്നു, കിറ്റ് എടുക്കുന്നു, അങ്ങനെ എങ്ങനെയൊക്കെ അവനെ വണ്ടി കയറ്റി വിട്ടു. വാ കഴുകിയത് പോലും ഓടുന്ന ഓട്ടത്തിലായിപ്പോയിരുന്നു. അപ്പോൾ അവനെ പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ വന്നിട്ട് ഫുഡ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു സാമ്പാർ വെച്ചാലോ എന്നുള്ള മനസ്സിൽ വന്നത്. എന്നാൽ പിന്നെ വീട്ടിലുള്ള പച്ചക്കറീസൊക്കെ വെച്ചിട്ട് ഞാനൊരു തട്ടിക്കൂട്ട് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിന് ഉള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ അരിഞ്ഞ് സെറ്റാക്കി പരിപ്പൊക്കെ കഴുകി ഗ്യാസിൽ വെച്ചു. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഒരു സൈഡിൽ വെയിൽ, ഒരു സൈഡിൽ മഴ എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ പറ്റിക്കുന്ന പരിപാടിയാണ്. മഴയും വെയിലും എന്തൊക്കെയോ ആണ് നടക്കുന്നത്. ഇതൊക്കെ കണ്ട് ഞാൻ കുറച്ചു നേരം വെള്ളം കുടിച്ച് അവിടെ ഇരുന്നേ. മഴയും കണ്ട് പുറത്തിരുന്നിട്ട് എൻ്റെ സാമ്പാർ ഇപ്പോൾ കരിഞ്ഞിട്ടുണ്ടോ. 5-6 വിസിൽ വന്നു. കരിയരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മറന്നുപോയി, വിസിൽ വന്നിട്ട് ഞാനില്ലേ ഏതോ ലോകത്തായി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ പേപ്പർ നോക്കാനുണ്ട്. എന്നാൽ പിന്നെ അത് നോക്കാം. കുറച്ച് കാര്യമായിട്ടൊരു 10-15 പേപ്പറൊക്കെ നോക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. ഒരു 4-5 നോക്കിയപ്പോൾ തന്നെ എനിക്ക് പിന്നെ ഉറക്ക് വരാനും മടുപ്പ് വരാനൊക്കെ തുടങ്ങി. പിന്നെ ഞാനൊരു 6-7 കൂടി മാക്സിമം നോക്കി വന്ന് കുറച്ച് കക്കിരിക്കൊക്കെ എടുത്ത് പുറത്ത് വന്നിരുന്നു. പുറത്ത് നല്ല മഴയുണ്ടേ. അതും കഴിച്ച് അവിടെയും കുറച്ച് അരി ഇരുന്നു. ഞാൻ കുക്കുമ്പർ കഴിക്കുന്ന സമയത്ത് ഇതിലേക്ക് ഉപ്പിടും. അപ്പോൾ എനിക്കിഷ്ടം. ഇത്ര നല്ല മഴയായിരുന്നേ. അപ്പോൾ വെയിൽ വന്നു, കണ്ണുറക്കാൻ പറ്റുന്നില്ല. സംഭവം കണ്ട ഞാനില്ലേ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. 1 മണിക്കൂർ 2 മണിക്കൂർ ഉറങ്ങിപ്പോയി. കണ്ണൂർ നോക്കിയപ്പോൾ ഒത്തിരി വരേണ്ട സമയമായി. എൻ്റെ ഈ കോലം കണ്ടാൽ ഉറക്കത്തൊന്നും എഴുന്നേറ്റ് വരുന്നതെന്നൊന്നും പറയുകയില്ലല്ലേ. പോകുന്നവരും വരുന്നവരൊക്കെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനെന്താ ഇങ്ങനെ? ഇപ്പോഴാണ് ഞാനും നോക്കുന്നത്. ഞാൻ ഈ ഒരു കോലത്തിലായിരുന്നു റോട്ടിൽ പോയി നിന്നേ. എനിക്ക് ഉറക്കം വരുന്നു. ഇപ്പം നല്ല വെയിലാണ്. ഭ്രാന്തം വെയിൽ. വെയിലിനല്ല സുഖം, ഭ്രാന്തം വിളിക്കണം. മഴ തന്നെയാണ്. എന്തൊരു മഴ. എന്നാ മീനുണ്ടാ? മീൻ വന്നിട്ടുണ്ടാ വെള്ളത്തിൽ? എഴുന്നേക്ക് വെള്ളത്തിൽ നിന്ന് വാ. ചോറ് തരാ. രാവിലത്തെ സാധനവും പിന്നെ പാലിൻ്റെ അകത്തൊരു കട്ട് കളക്കി കൊടുത്തിട്ട് ഇവൻ്റെ കുടിക്കും കഴിക്കും അല്ലേ. ഇതാ തന്ന മിഠായി. രാവിലെ വണ്ടി കോടി എങ്ങനെ ഉണ്ടായിരുന്നു? കൊടുത്ത കഴിഞ്ഞു. ഇനി ഞാൻ എന്തായാലും തിന്നട്ടെ. എന്നാൽ ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് എന്തൊക്കെയോ ചെയ്യാനുണ്ട്. ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയിട്ടാ. ഷട്ടിൽ കളിക്കാൻ പോവാണ്. ഷട്ടിൽ. വി ആർ പ്രൊഫഷണൽസ്.
നീ സൈഡാ അപ്പൊ ശരിയല്ലേ മഴയത്ത് ഇങ്ങനെ കല്യാണം കഴിക്കുക കുറുക്കൻ ഓടിപ്പോണല്ലേ കറക്റ്റാണ് മഴ കാരണം നമ്മുടെ ഇന്റർനാഷണൽ ലെവൽ ഷട്ടിൽ ടൂർണമെന്റ് നിർത്തി വെക്കേണ്ടി വന്നു ഞാനില്ല ഇവിടെ അഴുക്കോ കരാട്ടയും കളരി ഞാൻ കളരി അവൾ കരാട്ട കുറിച്ച് കളരി ഒരു കിട്ടാനുള്ളതാ ഷേക്ക് ഷേക്ക് പ്രോട്ടീൻ ഷേക്ക് എന്തല്ല ഇതിന്റെ തൊട്ടേ പറ ആപ്പിള് അനാർ അമജു അജ്ഗക് അനുറക് മെയിൻ ഇൻഗ്രീഡിയന്റ് രുദ്രി ഒഴിച്ചു ഇനി ഞാനൊന്ന് കുളിക്കട്ടെ ഡ്രസ് കാച്ച് കുളിക്കാൻ പോയി ഞാൻ അവസാനം എത്തുന്നത് ഈ വാട്ടർ കളറിങ്ങിലാണ്. എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് ഒരു ചിത്രം വരക്കാൻ തോന്നി. ഒന്ന് ഞാനൊരു തണ്ണിമത്തം വരച്ചപ്പോൾ പിന്നെ എനിക്കൊരു ആമേനെ വരക്കാൻ തോന്നി. അങ്ങനെ വരച്ചു വന്നപ്പോൾ ഇങ്ങനെയായി. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ രുദ്രേ സൈഡിൽ നരോട്ടൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കളറടിയും കൂടി കഴിഞ്ഞപ്പോഴായിരുന്നു ഞാൻ പോയി കുളിച്ചു. ഇപ്പൊ കുളിക്കാൻ പോയ സമയം 7:30 അമ്മ മനസ്സേ തങ്ക മനസ്സേ കൂട്ടിക്കൊളതി പല്ല് വേദന എടുത്തിട്ട് സൈഡായിരിക്കുകയാണ്. എന്നാലും ചിരിക്കൊരു കുറവില്ല. അങ്ങനെ കുറച്ച് നേരത്തെ പഠിപ്പും കുറേ നേരത്തെ അടിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ ലോഡഡ് ഫ്രൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. ഏട്ടൻ പുറത്ത് പോയിട്ട് വരുമ്പോൾ കൊണ്ടുതന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിന്റെ ഒരു ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ കിടക്കാൻ പോയി. 10:20. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ.